വിഷുഫലം. തുലാശനി ഇടവവ്യാഴം ഉത്തരായനി തത്ര കൊല്ലം 1188 മീനമാസം 30 തീയതി ശനിയാഴ്ച ഉദയാൽപരം 45 നാഴിക 55 വിനാഴികയ്ക്ക് കാർത്തിക നക്ഷത്രവും ശുക്ലപക്ഷ ചതുർത്ഥി തിഥിയിൽ സുരഭീകരണവും ആയുഷ്മാൻ നാമ നിത്യചന്ദ്രാർക്ക യോഗവും കൂടിയ സമയേ വൃഷഭക്കൂറ്റിൽ ധനുർലഗ്നത്തിൽ മേഷവിഷു സംക്രമം. നക്ഷത്രഫലങ്ങൾ. ഭരണി, കാർത്തിക, രോഹിണി എന്നീ നക്ഷത്രങ്ങൾ ആദിശൂലത്തിൽ പെട്ടിരിക്കുന്നതായ നക്ഷത്രങ്ങളാണ്. മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾക്ക് പൊതുവെ ഈ വർഷം കഷ്ടകാല സമയമാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കാനും അതുവഴി ആശുപത്രി വാസത്തിനും ഏറെ സാധ്യതയുണ്ട്. ധനപരമായുള്ള രീതിയിലും ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവമാകും. പ്രതീക്ഷിച്ചിരുന്ന സഹായങ്ങൾ പലതും നഷ്ടമാകാനും അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരാനും ഇടയുണ്ട്. കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണുവാൻ പ്രത്യേകം ശ്രമിക്കണം. തൊഴിൽ രംഗത്തെ പരാജയ ഭീതി നിഴലിക്കാൻ ഇടയുള്ളതിനാൽ ഈശ്വരവിശ്വാസവും ആത്മവിശ്വാസവും കൈവിടാതിരിക്കേണ്ടതും അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ലാത്ത സമയമായതിനാൽ അവരവരുടെ ജാതകപ്രകാരം വിദ്യാപുരോഗതിക്ക് വേണ്ടുന്നതായ പ്രതിവിധികൾ ചെയ്യേണ്ടതായുണ്ട്. അന്യോന്യം ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുക നിമിത്തം മനസ്സമാധാനക്കുറവും അനുഭവമാകും. മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം എന്നീ നക്ഷത്രങ്ങൾ ആദിശൽക്കത്തിൽപ്പെട്ടിരിക്കുന്നു. മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വർഷം വളരെ മേന്മയേറിയതായിരിക്കുന്ന സമയമാണ്. വളരെ കാലമായി കിടന്നിരുന്നതായ കാര്യങ്ങൾ കൈകൂടി വരുവാൻ ഇടയുണ്ട്. ബന്ധുജനാദികളാലും സുഹൃത്തുക്കളാലും ശ്രേയസ് അനുഭവമാകും. വിവാഹ കാര്യങ്ങളിൽ വിജയവും തൊഴിൽ അഭിവൃദ്ധിയും ഉണ്ടാകും. സാമ്പത്തികമായും പൊതുവെ ഈ വർഷം ഗുണം ചെയ്യും. പുതിയ വസ്തുക്കൾ വാങ്ങുവാനും നീക്കിയിരിപ്പ് ഉണ്ടാക്കുവാനും സാധിക്കും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാൻ ഇടയുണ്ട്. ഗവൺമെന്റിൽ നിന്നും അനുകൂലമായുള്ള ഇടപെടലുകൾ പ്രതീക്ഷിക്കാം. വിദേശത്തിൽ ഉള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക് പുതിയ പദവിയോ ബഹുമതികളോ ലഭിക്കാനും ഇടയുണ്ട്. പൂരം, ഉത്രം, അത്തം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾ മധ്യശൂലത്തിൽപ്പെട്ടിരിക്കുന്നു. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾക്ക് ക്ലേശപ്രദമായിരിക്കുന്ന സമയമാണ്. കുടുംബജനാദികൾക്ക് പ്രയാസവും കുടുംബത്തിൽ അസ്വസ്ഥതയും അനുഭവമാകും. അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ ഇടയുള്ളതിനാൽ ആത്മസംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ദാമ്പത്യ ക്ലേശം, സന്താനാരിഷ്ടത എന്നിവയും ഫലമാണ്. കള്ളന്മാരുടെ ഉപദ്രവത്തിനോ വിശ്വാസവഞ്ചനയ്ക്കോ ഇരയാകാനും ഇടയുണ്ട്. മനപ്രയാസം നാൾക്ക് നാൾ വർദ്ധിച്ചു വരാമെന്നതിനാൽ ആത്മീയ ചിന്തയിൽ മനസ്സ് വ്യാപരിപ്പിക്കുന്നത് ഗുണം ചെയ്യും. എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കി സമാധാനത്തോടുകൂടി ഓരോ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രത്യേകം ശ്രമിക്കണം. ചിത്ര, ചോതി, വിശാഖം, അനിഷം, തൃക്കേട്ട, മൂലം എന്നീ നക്ഷത്രങ്ങൾ മധ്യശൽക്കത്തിൽപ്പെട്ടിരിക്കുന്നു. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾക്ക് വിശേഷ സ്ഥാനമാന ലബ്ധിയും യാത്രാഗുണവും സജ്ജന ബഹുമാന്യതയും ഫലമാണ്. തൊഴിൽ മേഖലയിൽ ഭാഗ്യപൂർണമായുള്ള അവസരങ്ങൾ കൈവരും. മേലാധികാരികളുടെ പ്രശംസയും സാമ്പത്തികമായുള്ള അഭിവൃദ്ധിയും വന്നു ചേരും. വിശേഷ വസ്ത്രാഭരണ സിദ്ധിയും പുതിയ ഗൃഹനിർമ്മാണ യോഗവും കാണുന്നുണ്ട്. ദാമ്പത്യ സൗഖ്യം, സന്താനാഭിവൃദ്ധി എന്നിവയും ഫലം തന്നെയാണ്. ശത്രുതയിൽ ആയിരുന്നതായ വ്യക്തികൾ പലരും മിത്രങ്ങളായി വരാമെന്നതിനാൽ ശ്രദ്ധിക്കണം. യുക്തിസഹമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് വിജയം നേടിയെടുക്കുവാനും കഴിയും. മനസ്സിന് ആനന്ദം പകരുന്ന കാര്യങ്ങൾ നടക്കാനും ഇടയുണ്ട്. പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ അന്ത്യശൂലത്തിൽപ്പെട്ടിരിക്കുന്നു. മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വർഷം വിഷമകരങ്ങളായ പല സംഭവ വികാസങ്ങളെയും അതിജീവിക്കേണ്ടതായി വരാമെന്നതിനാൽ തന്നെ അവരവരുടെ ജാതകപ്രകാരമുള്ള പ്രായശ്ചിത്താദി കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധ വേണ്ടതായുണ്ട്. രക്തസംബന്ധമായും മറ്റുമുള്ള രോഗങ്ങളാൽ ക്ലേശങ്ങളും അനുഭവമാകും. വാഹനങ്ങളിൽ നിന്നും അപകടവും ജന്തുക്കളിൽ നിന്നുമുള്ള ഉപദ്രവത്തിനും ഇടയുണ്ട്.
സാമ്പത്തിക ക്രമക്കേടുകൾക്ക് സാധ്യതയുള്ളതിനാൽ കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക എന്നിവ യാതൊരു കാരണവശാലും ചെയ്യരുത്. ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ ഇടയുള്ളതിനാൽ വളരെ കരുതലോടുകൂടി മുന്നോട്ടു പോകുവാൻ പ്രത്യേകം ശ്രമിക്കണം. അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി എന്നീ നക്ഷത്രങ്ങൾ അന്ത്യഷൽക്കത്തിൽപ്പെട്ടിരിക്കുന്നു. മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായ സമയമാണ്. തൊഴിൽ രംഗത്തെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഉയരുവാൻ കഴിയും. ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും. ഇഷ്ടജനങ്ങളുമായി ഇടപഴകുവാനുള്ള അവസരങ്ങളും ലഭിക്കും. അധിക സമയവും പണസംബന്ധമായുള്ള കാര്യങ്ങളെക്കുറിച്ചും ആദായത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കും. സംഭാഷണം കൊണ്ട് ആരെയും സ്വാധീനിക്കാനും കഴിയുന്നതാണ്. കുടുംബത്തിലും ഐശ്വര്യപൂർണമായുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. പൂർവികമായ സ്വത്ത് ലഭിക്കാനും ഇടയുണ്ട്. ആനന്ദത്തിനായി പണം ചെലവഴിക്കപ്പെടും. ഭാഗ്യപൂർണമായ അവസരങ്ങളെ ശരിയാംവിധം വിനിയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അനുബന്ധം. വിഷുഫലത്തിൽ ദോഷം തട്ടുന്ന നക്ഷത്രക്കാർ ശിവനെയും വിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുന്നതും ദോഷഫലങ്ങൾക്ക് ശാന്തി വരുത്തും. വിഷുഫലത്തിന്റെ ദോഷത്തോടൊപ്പം ജാതകത്തിൽ മറ്റു വല്ല ദോഷങ്ങൾ കൂടിയുണ്ടെങ്കിൽ ദോഷത്തിന് വർധനവ് വരാമെന്നതിനാൽ തന്നെ ജാതക ചിന്തനം കൂടി ചെയ്ത ശേഷം മാത്രം പ്രതിവിധി ചെയ്യുന്നതാകും കൂടുതൽ ഉചിതം. പാടൂർ ജ്യോത്സ്യൻ, KP ശ്രീവാസ്തവ്.